പക്കായിട്ട് ചെയ്തേക്കുന്നത് സൈമൻ്റെ നാഗാർജുനയാണ്. ബാക്കി ഓവറോളൊക്കെ ഒരു ആവറേജ് പടമാണ്. ഇനി എന്തായാലും ഞങ്ങൾ വാർ 2 പോട്ടെ. അവസാനം ഒരു റോളക്സ് എൻട്രി ഉണ്ട് സെറ്റ്. நல்ல படம், சூப்பர் படம், அடிபொலி, நல்ல படம். ராஜிகா ஸ்டைல் சூப்பர், பழைய ஸ்டைல் கொண்டு வந்துட்டு நல்ல சினிமா. പടം ആവറേജ് ഉള്ളൂ. BGM അത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. അതല്ലാന്ന് പുള്ളി ഇന്നലെ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ഇന്നും പോയേക്ക് മാസിന്റെ അല്ല BGM അത്ര ഇമ്പാക്ട് തോന്നിയില്ല. ഇമോഷൻസിന് അത്ര വർക്കൗട്ട് ഉണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. കുഴപ്പമില്ല. പടം കാണാനുണ്ട്, ഒരെണ്ണം കാണാനുണ്ട്. കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റുള്ളൂ. എന്താ ലോക്കിയുടെ ബാക്കി പടം പോലെ അത്ര ലാസ്റ്റ് ഹൈപ്പ് ഇട്ടെങ്കിലും വലിയ ഇതായിട്ട് ഉണ്ടായില്ല. അല്ല, നല്ല ഇവിടെ അടിപൊളി പടമാണ്. പക്ഷെ ഓക്കെ എന്നുള്ള രീതിയിലുള്ളൂ. ഒരു ആവറേജ് പടം, വലിയ എക്സ്പെക്ടേഷൻ വേണ്ട. ഹെവി സാധനമൊന്നുമല്ല, പക്ഷെ ചുമ്മാ കാണാം. ഡിസപ്പോയിന്റ്മെന്റ് ആയില്ല, കുഴപ്പമില്ല. പക്ഷെ വെറുതെ കാണാം. അല്ല, ലൊക്കേഷൻ ഏരിയയിൽ ഹെവി പടം ഒന്നുമല്ല, ജസ്റ്റ് സാധാരണ പടം. ഭയങ്കര രോമാഞ്ച മൊമെന്റ് ഒന്നുമില്ല. നല്ല രസമുണ്ടായി കാണാൻ. പൊളിച്ച് രജനീഷോ പഴയ രജനീകാന്തിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. രജനീകാന്ത് ഉണ്ടല്ലോ ലാസ്റ്റ് പടത്തില് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പടം, നല്ല ഹിറ്റാവും. കുഴപ്പമില്ല. സൂപ്പർ സ്റ്റാർ വേറെ ലെവൽ മൂവി. ലോകേഷ് കാലപ്പിട്ടാപ്പല. ആവറേജ്. രജനീകാന്തിന്റെ സ്വാഗ് പൊളി. അടിപൊളി സിനിമ, അടിപൊളി. കുഴപ്പമില്ല, നല്ലതാണ്. ലോകേഷിന്റെ ബാക്കി പടം വെച്ച് നോക്കുമ്പോ ഇത് ബിലോ ആവറേജ്. രജനീകാന്ത് അടിപൊളി. രജനീകാന്ത് മാസ് പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം. ലോകേഷിന്റെ പടമായിട്ട് കാണാൻ പറ്റില്ല. ഇല്ല അല്ല, കണ്ടിരിക്കാം. നാഗാർജുനയും ഉപേന്ദ്രയും നന്നായിട്ടുണ്ട്. അമീർ ഖാൻ വന്നിട്ട് ലാസ്റ്റ് ജസ്റ്റ്. പക്ഷെ കണ്ടിരിക്കാം. പക്ഷെ ലോകേഷിന്റെ ഗ്രാഫിലെ ഏറ്റവും മോശം പടം. അവസാനം സൂരജ് അടിപൊളി. കുഴപ്പമില്ല. എല്ലാവരും പൊളിച്ചുണ്ട്, അടിപൊളി. എല്ലാവരും അടിപൊളിയാണ്. കുഴപ്പമില്ല, പോരാ. പടം നമ്മള് എക്സ്പെക്ട് ചെയ്ത പോലെ അത്ര ഹെവി ഒന്നും അല്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും അത്ര നമുക്ക് രോമാഞ്ചൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരുപാട് നല്ല മൊമെന്റ്സ് ഒന്നും ഇല്ല, വെറുതെ കണ്ടിരിക്കാം. പിന്നെ കുറച്ച് 1-2 സീൻസ് അടിപൊളിയാണ്, വലിയ ഹെവി ഒന്നും അല്ല. അപ്പൊ ഞാനതിൽ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് സിനിമയ്ക്ക് വന്നത്. അവർ 6 മണിക്ക് വന്നതാണ്. പക്ഷെ നമുക്ക് ആ ഒരു നമ്മൾ അനിരുദ്ധിന്റെ മ്യൂസിക് അറിയാം, പക്ഷെ ആ ഒരു ഇമ്പാക്ട് ആ ഒരു സിനിമയിൽ ഉണ്ടായില്ല. ഐ മീൻ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടറിയാം. പിന്നെ എൽസു എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഞാൻ മറ്റേ പോസ്റ്റ് ഒന്നും കണ്ടില്ല, ഇവിടെ വന്നപ്പോൾ സിനിമ കണ്ടപ്പോഴാണ് വിചാരിച്ചത് എൽസു അല്ല എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ എൽസു മൈൻഡ് എല്ലാം മാറ്റി വിട്ടാലും ഇതിലിപ്പോൾ പറയാനായിട്ട് നാഗാർജുന, അതായത് ഈ ഒരു സിനിമയിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിരിക്കുന്ന നാഗാർജുനയുടെ പെർഫോമൻസ് ആണ്. നാഗാർജുന അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയില്ല. പിന്നെ ഉപേന്ദ്ര ആയാലും അടിപൊളിയായിട്ടുണ്ട്. ഈ 2 പേരുടെ പെർഫോമൻസ് കാണാനുള്ളൊരു സംഭവമുണ്ട്. അത് സൗബിനും കുഴപ്പമില്ല. ഐ മീൻ ഇപ്പൊ നമ്മുടെ വിനായകനും നമ്മുടെ കലാമണിയൊക്കെ ചെയ്തു വെച്ചാൽ നോക്കുകയാണെങ്കിൽ സൗബിന് വലിയ റോളൊന്നുമില്ല. ഐ മീൻ വലിയ സെറ്റ് അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ
സൗബിന് ഒന്നുമില്ല. ഇത് കലാമണിയൊക്കെ അടിപൊളിയായിട്ട് എടുത്തേനെ. അല്ല കമ്പയർ ചെയ്യാറുണ്ട്, അതായത് ഈ മലയാളി എല്ലാവരുടെയും കമ്പയർ ചെയ്യാറുണ്ട്. സൗബിന്റെ മോശമെന്നല്ല, പക്ഷെ എല്ലാവരും പറയാനായിട്ടായിരുന്നു നല്ല ഹൈ ലെവൽ വില്ലനാണ്, മറ്റേ കലാമണിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്തായിരുന്നു. പക്ഷെ അതിനുള്ള ലെവലുള്ള സംഭവം ഇല്ല. അത് എനിക്ക് വലിയ സംഭവമാണ്. എല്ലാം പോലെ വരുമെങ്കിലും പക്ഷെ ആ ലെവലിൽ വില്ലനല്ല. വലിയ ഒരു കോമാളി സൗബിന് ഒരുപാട് ഹൈപ്പ് മറ്റേ സ്പീച്ചിൽ നടത്തിയിരുന്നു. ഐ മീൻ അവരുടെ മറ്റേ ഈ ഒരു ലോഞ്ചില് ഹൈപ്പ് കുറേ കൊടുത്തിരുന്നു. ഹൈപ്പിനുള്ള സാധനം എന്തായാലും ഈ പറയുന്ന സൗബിനില്ല. തുടക്കത്തിൽ ഹെവി വില്ലനാന്ന് വിചാരിച്ചാൽ അത്ര വില്ലനായിട്ട് വരില്ല. മൊത്തത്തിൽ ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് സിനിമ കാണാനുള്ള പറഞ്ഞില്ല. ഉപേന്ദ്ര എന്ന് പറഞ്ഞ ഒരാളുടെ ആ ഒരു സാധനം ഭയങ്കര അടിപൊളിയാണ്, ഒന്നും പറയില്ല. ഉപേന്ദ്ര അടിപൊളിയാണ്. പിന്നെ എടുത്തു പറയാനുള്ള നാഗാർജുന, അതായത് ഈ നാഗാർജുനയുടെ മൂവിയാണെന്ന് തോന്നിപ്പോയി. മാതിരി സ്ക്രീൻ പ്രസൻസ്, അതായത് രജനീകാന്ത് സൈഡായി പോയി ആ നാഗാർജുനയുടെ ഒരു സ്ക്രീൻ പ്രസൻസിൽ. നമ്മുടെ റോളക്സ് ഒക്കെ പോലത്തെ ആ ഒരു ഇമ്പാക്റ്റ് എനിക്ക് ഫീൽ ചെയ്തു നാഗാർജുനയുടെ പെർഫോമൻസ്. സൈമൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ ഒരു സിനിമയിൽ എടുത്തു പറയാനായിട്ടുള്ള ക്യാരക്ടർ പക്കായിട്ട് ചെയ്തേക്കുന്നത് സൈമന്റെ നാഗാർജുനയാണ്. ബാക്കി ഓവറോൾ ഒക്കെ ഒരു ആവറേജ് പടമാണ്. എന്നാലും ഞങ്ങൾ വാർ 2 പോട്ടെ.